റജബ് മാസത്തിലാണ് ഇപ്പോഴമ്മ ഉള്ളത്. റജബ് 27 വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ നാടുകളിലതാ മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ ഒരു സ്പെഷ്യൽ നോമ്പ് വരാൻ പോകുന്നു. സുന്നത്ത് നോമ്പുകളുടെ കാര്യത്തിലൊന്നും ശ്രദ്ധയില്ലാത്ത, തിങ്കളെടുക്കാത്തവനും വ്യാഴമെടുക്കാത്തവനും മാസത്തിൽ 3 എടുക്കാത്തവൻ പോലും മിഅ്റാജ് നോമ്പിന് വലിയ താല്പര്യമാണ്. എന്തേ മനസ്സിലായോ? അങ്ങനെ ഒരു നോമ്പ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിടത്തും പഠിപ്പിച്ചു തന്നിട്ടില്ല. ലോകത്തൊരൊറ്റ കിതാബിലും മുൻഗാമികളാരും മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ ഒരു നോമ്പ് പറഞ്ഞിട്ടില്ല. അതേ അവസരത്തിൽ അതേ റജബ് 27 ഒരു പോരിശയുണ്ടെന്ന് ചിലരൊക്കെ പറഞ്ഞു. അന്ന് പ്രത്യേക നിസ്കാരമുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ തലേ ദിവസത്തിൽ ഒരു 12 റക്അത്ത് നിസ്കരിക്കണമെന്ന് പറഞ്ഞു. ഉസല്ലി സുന്നത്തുൽ മിഅ്റാജ് റക്അത്തൈൻ ലില്ലാഹി തആല, മിഅ്റാജ് നിസ്കാരം ഞാൻ അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടുകൂടി ഈ 2 റക്അത്തുകൾ നിസ്കരിച്ച് 12 റക്അത്ത് നിസ്കരിച്ചാൽ വലിയ പോരിശകൾ ഉണ്ടെന്ന് വലിയ വലിയ ഹോജാക്കന്മാർ കിതാബുകളിൽ എഴുതി വെച്ചു. തന്റെ കുടുംബത്തിലെ 700ഓളം ആളുകളെ, നരകാവകാശികളായ ആളുകളെ നരകത്തിൽ നിന്ന് ശുപാർശ ചെയ്യുവാനുള്ള അർഹത പോലും ആ നിസ്കാരക്കാരന്, നോമ്പുകാരന് കിട്ടുമെന്നൊക്കെ ചിലർ എഴുതി വെച്ചു. അതുപോലെ തന്നെ മിഅ്റാജിന്റെ അന്നൊരു നോമ്പെടുത്താൽ, അതേ റജബ് 27 പകൽ നോമ്പെടുത്താൽ 60 കൊല്ലത്തെ നോമ്പിന്റെ പ്രതിഫലമാണെന്ന് ചിലരൊക്കെ എഴുതി വെച്ചു, പറഞ്ഞു. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, അബദ്ധങ്ങൾ ആർക്കും സംഭവിക്കും. നമ്മൾ അറിയണം, ഈ സമൂഹത്തിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന സുന്നി വിഭാഗം അവരേറെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന വ്യക്തിത്വമല്ലേ, അവർ കൂടി അംഗീകരിക്കുന്ന നേതാവല്ലേ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ. അദ്ദേഹത്തിനൊരു കൊച്ചു ഗ്രന്ഥമുണ്ട്, ഇർശാദുൽ ഇബാദ്. ആ ഇർശാദുൽ ഇബാദ് എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞു, റജബ് മാസത്തിലെ 27 നിസ്കരിക്കുന്ന പ്രത്യേക നിസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ ചില നിസ്കാരങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അത് തടയപ്പെടേണ്ട നിസ്കാരമാണ്. അത് അധികാരികൾ കണ്ടാൽ അത് തടയണം. അത് നിഷിദ്ധമാണ്, അത് നരകത്തിലേക്കാണ്, വലിയ പാപമാണ് എന്നവരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അത് പറയാത്ത പണ്ഡിതന്മാരാരാ ഉള്ളത്? ഒരുപാട് പണ്ഡിതന്മാരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. റജബിന്റെ പ്രത്യേകതയെ സംബന്ധിച്ച് ഒരുപാട് വർണ്ണനകൾ വലിയ വലിയ മഹാന്മാരെന്ന് പറയുന്നവർ എഴുതി വെച്ചിട്ടുണ്ട്. ഗസാലി ഇമാമിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ അത് സ്ഥലം പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ അൽ ഗുന്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും അത് സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുഹിയുദ്ദീൻ ശൈഖ് വലിയ പോരിശ തന്റെ കിതാബിൽ എണ്ണിപ്പറഞ്ഞ ഈ റജബ് 27 നിസ്കാരം, അതുപോലെ തന്നെ റജബിലെ പ്രത്യേക നിസ്കാരം, ഈ ഗായിബ് നമസ്കാരം, അതുപോലെ തന്നെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഇതൊക്കെ വളരെ കൃത്യമായി വലിയ പുണ്യമുള്ളതെന്ന് പറഞ്ഞ നിസ്കാരം. ആ നിസ്കാരത്തെ സംബന്ധിച്ചാണ് പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം ഇർശാദുൽ ഇബാദ് എന്ന കിതാബിൽ പറയുന്നത്. വലിയ വലിയ മഹാന്മാരുടെ കിതാബിലൊക്കെ ഇതൊക്കെ പുണ്യമുണ്ടെന്ന് രേഖപ്പെടുത്തിയത് നീ കണ്ടാലും നീ വഞ്ചിതനായി പോകണ്ട. ഇതൊക്കെ ബാത്തിലായ നിസ്കാരമാണ്, ബാത്തിലായ ഇബാദത്തുകളാണ്. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി വിദ്യാർത്ഥികൾക്കറിയാമല്ലോ, മുതഅല്ലിമീങ്ങൾ മുതാല നടത്താറുള്ള ഗ്രന്ഥമാണല്ലോ തബ്യീനുൽ അജബ് ബിമാ വറദ ഫീ ഫദ്ലി റജബ്. ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ ലോകത്ത് സ്വഹീഹുൽ ബുഖാരിക്ക് വിശ്വവിഖ്യാതമായ ഫത്ഹുൽ ബാരി എന്ന ലോകപ്രസിദ്ധമായ ഹദീസിന്റെ വ്യാഖ്യാന ഗ്രന്ഥം രചിച്ച ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം അതാ തബ്യീനുൽ അജബ് ബിമാ വറദ ഫീ ഫദ്ലി റജബ്, റജബ് മാസത്തിന്റെ പോരിശയെ സംബന്ധിച്ച് വന്നിട്ടുള്ളവയെ കുറിച്ച് അദ്ദേഹം അത്ഭുതം കൂറുന്ന ഗ്രന്ഥമാണത്. അതിൽ മഹാനവരകൾ പറയുന്നുണ്ട്, ലം യരിദ് ഫീ ഫദ്ലി ശഹരി റജബ് വലാ ഫീ സിയാമിഹി വലാ ഫീ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യൻ വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസ ഫീഹി ഹദീസുൻ സഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജതി. തെളിവിനു കൊള്ളാവുന്ന ഒരൊറ്റ ഹദീസും ആ വിഷയത്തിൽ വന്നിട്ടില്ല. ഏത് വിഷയത്തിൽ എന്നെ മുതഅല്ലിമീങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ആലോചിക്കണം, പൊതുജനങ്ങൾ ചിന്തിക്ക്. അതിൻ്റെ മറ്റൊരു വശത്തിലേക്ക് വരാനാണ് ഞാനിത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. എന്താണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ളയുടെ വാചകം? റജബ് മാസത്തിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന, അതിലേതെങ്കിലും ഒരു ദിവസം നോമ്പിന് പ്രത്യേകതയുണ്ടെന്ന് പറയുന്ന
അതിലേതെങ്കിലും ഒരു സ്പെഷ്യൽ ദിവസത്തിന് പ്രത്യേകതയുണ്ടെന്ന് പറയുന്ന, അതിലേതെങ്കിലും ഒരു പ്രത്യേകമായ രാവിലെ നിസ്കാരത്തിന് പ്രത്യേകതയുണ്ടെന്ന് പറയുന്ന, ഒരു പകലിലെ പ്രത്യേകമായ നോമ്പിന് പുണ്യമുണ്ടെന്ന് പറയുന്ന ഒരൊറ്റ ഹദീസും വന്നിട്ടേ ഇല്ല. എങ്ങനത്തെ ഹദീസ്? സ്വഹീഹായ നിലക്കൊരൊറ്റ ഹദീസും വന്നിട്ടില്ല. അഥവാ വിഷയത്തിൽ വന്നത് മുഴുവനും കളവാണ്, ബാത്തിലാണെന്ന് ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാ അതേ ഇർശാദുൽ ഇബാദിൽ അതാ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ അവിടെയും രേഖപ്പെടുത്തി. ഇനിയും നവവി ഇമാമിന്റെ കിതാബുകളിൽ വേറെയും അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇനി സഹോദരന്മാർ